ബാഹുബലി പോലെയുള്ള സിനിമകൾ, ആ തരത്തിൽ പാൻ ഇന്ത്യൻ അപ്പീലുള്ള ധാരാളം സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ തരത്തിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ ഉണ്ടാവുമോ? ഉറപ്പായിട്ടുണ്ടാവും. എനിക്കിപ്പോൾ തോന്നുന്നു രണ്ടാമൂഴം പോലൊരു സിനിമ ഇപ്പം ഒരു വലിയ സ്കെയിലിൽ മലയാളത്തിന് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ ഉറപ്പായിട്ടും തുടരുവാണെങ്കിലും ലോകയാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്നൊരു 200 അല്ലെങ്കിൽ 300 എന്നുള്ള റേഞ്ചിലോട്ട് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് മുന്നേ എമ്പുരാൻ ഓപ്പൺ ചെയ്തൊരു മാർക്കറ്റാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മൊത്തത്തിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട്. ആ എമ്പുരാൻ്റെ ബാക്കപ്പായിട്ട് തുടരും അതേപോലെ തന്നെ കളക്ട് ചെയ്തു. അതിനോടൊപ്പം ബാക്കിലായിട്ട് കൃത്യമായ ഇടവേളയിൽ ലോക വരുന്നു. അപ്പം അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരുന്നതിൽ ഇപ്പം നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് ഇപ്പോൾ ലോകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എമ്പുരാനാണ്. ഇങ്ങനെ സിനിമകൾ ആ തരത്തിൽ നമ്മൾ ബ്രഹ്മാണ്ഡ സിനിമകൾ അല്ല, എന്ത് ബ്രഹ്മാണ്ഡ സിനിമയാണെങ്കിലും അതിൻ്റെ കോറിൽ ഒരു കണക്റ്റിംഗ് ഇമോഷൻ വേണം. അപ്പം ഓഫ് കോഴ്സ് ഇപ്പം ലോക എന്ന് പറയുന്ന സിനിമ കാഴ്ചയിൽ വലിയ സിനിമയാണെങ്കിൽ പോലും അതൊരു ഭയങ്കരമായിട്ടൊരു നമ്മളെ കണക്ട് ചെയ്യുന്നൊരു ഇമോഷൻ ഉള്ളതുകൊണ്ടാണ് അതിന്. അപ്പം നമ്മൾ ഈ ബ്രഹ്മാണ്ഡത്തിന് പിന്നാലെ പോകുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇമോഷണലി കണക്ട് ആവുന്ന മിസ്സായി കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡത്തിന് മീനിങ് ഇല്ല. ഈവൻ നമ്മൾ ഈ പറയുന്ന KGF ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന ബാഹുബലി ആണെങ്കിലും ഇതിലൊക്കെ ഒരു കോർ ഇമോഷൻ ഉണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആളുകൾ ഈ ഇമോഷൻ മറന്നു പോയിട്ട് വലിയ കാഴ്ചകൾക്ക് പിന്നാലെ പോകുമ്പോൾ അത് ഡിസാസ്റ്റേഴ്സ് ആയി പോകുന്നതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് പോലും കണക്ട് ആവാറില്ല.